ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഞാനൊരു ഉച്ചയൂണിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ കാബേജ് അരിഞ്ഞിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഈ ചോപ്പർ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. 300 ചില്ലാനാ തോന്നുന്നുണ്ട് റേറ്റ്. നല്ല സാധനമാണ് കേട്ടോ. അങ്ങനെ കാബേജൊക്കെ ഫസ്റ്റ് തന്നെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ചതച്ചെടുക്കണം കരുതിയതാട്ടോ, കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കാബേജ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതവിടെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇന്ന് പേതലാണ് കിട്ടിയത്. അപ്പോൾ 1 കിലോ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലായിരുന്നു തേങ്ങ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. മീൻ ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി. ഇനി മസാലയൊക്കെ കൂട്ടട്ടെ. ഇതിൻ്റെ മസാല ഞാൻ റെഡിയാക്കൽ എല്ലാ മസാലയും ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് തിളച്ചിട്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. ഇതിൻ്റെ ഇടയിൽ മീനൊക്കെ മസാല കൂട്ടി മീൻ പൊരിക്കാൻ വെക്കുകയാണ്. ഇതിൻ്റെ മേലിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിന്ന് പൊരിക്കാൻ വെക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ചോറ് ഞാനെടുത്തിട്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു. ഇന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കറി ഇവിടെ കുട്ടികൾക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അതിന് പകരം ഞാനിവിടെ കിഴങ്ങ് വെച്ചിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കും തന്നെ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ ചോറൊക്കെ ഇവിടെ ഊറ്റിയെടുക്കുന്നുണ്ട്. ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ട് കുറച്ച് നേരം വെള്ളം വലിച്ചെടുക്കലുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.